ഒന്ന് ശ്രീ കേണൽ എസ് ഡിന്നിയിലേക്ക് പോവുകയാണ്. ശ്രീ കേണൽ എസ് ഡിന്നി, നമ്മൾ ഈ ഇടത് വലത് പ്രതിനിധികൾ, കോൺഗ്രസിൻ്റെ CPM-ൻ്റെ പ്രതിനിധികൾ ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ വേണ്ടി ഉയർത്തുന്ന ആ വാദഗതികൾ തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വലിയ വിഘാതമാകുന്ന തരത്തിൽ ഉണ്ടായത്? തീർച്ചയായിട്ടും മാം, നോക്കൂ, ഈ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാദങ്ങൾ തന്നെയാണ് നമ്മുടെ നാടിന്റെ ശാപം എന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്താണ്, നോക്കൂ, അഡ്വക്കേറ്റ് ശ്യാം അദ്ദേഹം പറയാണ് ഞങ്ങൾ സൈൻ ചെയ്തിട്ടില്ല. അദ്ദേഹം വന്ന് ഫ്ലോർ ഓഫ് ദി ഹൗസിൽ എങ്ങനെയാണ് ഈ ഫ്ലോറിൽ വന്ന് പറയുന്നത് സൈൻ ചെയ്തിട്ടുണ്ട്? സൈൻ ചെയ്തിട്ടുണ്ട്, സൈൻ ചെയ്തില്ല എങ്ങനെ പറഞ്ഞത്? സൈൻ ചെയ്തു. അതെ, MOU ശ്യാം, MOU ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. നോക്കൂ അഡ്വക്കേറ്റ് ശ്യാം, ഇടയ്ക്ക് സംസാരിക്കുന്ന ശീലം ഇല്ല ശ്യാം, ഞാനത് സംസാരിച്ചിട്ട് അങ്ങ് സംസാരിച്ചോളൂ. MOU സൈൻ PM ശ്രീയുടെ മൂന്ന് സ്റ്റെപ്പാണ് ഉള്ളത് PM ശ്രീക്ക് വേണ്ടി. ഫസ്റ്റ് സ്റ്റെപ്പ് MOU സൈൻ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് സെലക്ഷൻ ഓഫ് സ്കൂൾസ്, കോമ്പറ്റീഷൻ ബേസ് ആയിട്ട് സെലക്ഷൻ ഓഫ് സ്കൂൾസ്. മൂന്നാം സ്റ്റെപ്പാണ് ഈ സെലക്ഷൻ ഓഫ് സ്കൂൾസിന്റെ ഫൈനലായിട്ട് ഏതൊക്കെ സ്കൂളാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക. ഇതാണ് അതിന്റെ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് MOU സൈൻ ചെയ്യുക തന്നെയായിരുന്നു. അതിനകത്ത് യാതൊരു സംശയമില്ല. അത് രണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റായിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെ കെപ്റ്റ് ഇൻ അബയൻസ് എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ പറയാം ഞങ്ങൾ വിത്ഡ്രോ ചെയ്യുന്നു, ഇനി ഞങ്ങളില്ല എന്ന് പറഞ്ഞില്ല. നിങ്ങൾ കെപ്റ്റ് ഇൻ അബയൻസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം നിങ്ങൾക്കൊരു തോന്നലുണ്ടായിരുന്നു മൂന്നാം തവണയും പിണറായി വിജയൻ സർക്കാർ വരെയാണെങ്കിൽ നിങ്ങൾ 100% ഇത് ഇംപ്ലിമെന്റ് ചെയ്താണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇനി കോൺഗ്രസിന്റെ കാര്യമാണെങ്കിൽ, കോൺഗ്രസ് കാര്യം നോക്കൂ, അന്ന് VD സതീശൻ ഇതിനെ വളരെ രൂക്ഷമായിട്ട് എതിർത്തു. അതായത് ഇത് കാവ്യവൽക്കരണമാണ്, അങ്ങനാണ് ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞു, എന്തൊക്കെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഇവിടെ എവിടെയൊക്കെ എടുത്ത് എറിയും. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ തിരിച്ചു കൊണ്ടുവരും, നെഹ്റുവിനെ തിരിച്ചു കൊണ്ടുവരും, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു കാരണവശാലും PM ശ്രീ ഞങ്ങൾ കൊണ്ടുവരത്തില്ല. എന്നിട്ട് എന്തായി? ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായി. ശ്രീ VD സതീശൻ പറഞ്ഞു PM ശ്രീ ഞങ്ങൾ ഒപ്പിടും, അല്ലെങ്കിൽ ഞങ്ങൾ അത് മുന്നോട്ട് പോകും. ഇന്നലെ അവരുടെ കൺവീനർ അത് തന്നെയല്ലേ പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞ UDF-ന്റെ കൺവീനർ തന്നെയല്ലേ പുറത്തു വന്ന് പറഞ്ഞത് ഞങ്ങൾ അതിലേക്ക് മുന്നോട്ട് പോവുകയാണ്, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ല. എന്നിട്ട് ഇന്നാണല്ലോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വന്നിട്ട് വീണ്ടും ഒരു ചില രീതിയിലേക്കുള്ള ഒരു എന്താ പറഞ്ഞ ഒരു ഡിഫൻസ് നോക്കുന്നത്. ഇനി അവരുടെ ഡിഫൻസ് ഞാൻ പറഞ്ഞത് എന്താന്ന്, അവർ ഒരു സബ് കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ആ സബ് കമ്മിറ്റിയുടെ റോൾ എന്താണ്? ആ സബ് കമ്മിറ്റിയുടെ റോൾ എന്ന് പറയാം ഇനി അവർ കണ്ടുപിടിക്കാൻ പോകുന്നത്, നോക്കൂ, കേരളത്തിൽ ഞങ്ങൾ മതേതരം സൂക്ഷിക്കാൻ വേണ്ടി സിലബസ് ഞങ്ങൾ തീരുമാനിക്കും. സിലബസ് വേറെ ആരെ ഞങ്ങൾ തൊടാൻ സമ്മതിക്കത്തില്ല. സിലബസ് ഞങ്ങൾ തീരുമാനിക്കും. കേരളത്തിന്റെ മതേതര ഇതിനു വേണ്ടി ഞങ്ങൾ സ്കൂളുകൾ ഏതാണെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അത് ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവരത് സൈൻ ചെയ്യും. അപ്പൊ ഈ രണ്ടുപേരും ചെയ്തത് ഇവിടുത്തെ സാധാരണക്കാരായ കുട്ടികൾ അവരുടെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റി. 1 കോടിയോളം ഒരു സ്കൂളിൽ ലഭിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ്, ആ ഫെസിലിറ്റീസ് നിങ്ങൾ രണ്ട് മുന്നണികളും കഴിഞ്ഞ 5 വർഷമായിട്ട് അത് ഇല്ലാതാക്കി എന്ന് തന്നെ പറയാം. അതിനകത്ത് യാതൊരു സംശയമില്ല. നമ്മൾ 2022 ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്ന് പാസ് ഔട്ട് ആവുന്ന കുട്ടികൾ ആ രീതിയിലുള്ള ഡെവലപ്മെന്റ് ആയിട്ട് വന്നാണ്. അതിനകത്ത് ഒരു കാര്യം കൂടെ ഈ നാട്ടുകാർ അറിയണം. ഈ PM ശ്രീയിൽ സ്കൂളിലെ ആ സിലബസ് തന്നെയാണ് തൊട്ടപ്പുറത്തെ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അതേ സിലബസ് തന്നെയാണ് PM ശ്രീയിലും സിലബസ്. ഒരു വ്യത്യാസമില്ല. എന്നിട്ടാണ് ഇവിടെ മതേതരത്തിന്റെ പേരും പറഞ്ഞ്, ജനാധിപത്യത്തിന്റെ പേരും പറഞ്ഞ്, ഇല്ലാത്ത ഒരു ശത്രുവിനെ സൃഷ്ടിച്ച് വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയം. എന്താണ് ആ രാഷ്ട്രീയം? ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണം, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത് ഞങ്ങളാണ്, ഇവർ വന്നു കഴിഞ്ഞാൽ എന്തോ വലിയ കാര്യമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾ കാണിക്കും. പക്ഷെ നിങ്ങൾ ഭരണത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നേരെ U-ടേൺ അടിക്കും. ആ U-ടേണിന്റെ രാഷ്ട്രീയം കൊണ്ടാണ് നമ്മളെ കേരളം ഇത്രയും ബാക്കിലായത്. നേരത്തെ ശ്രീ ശ്യാം UP-യുടെ ഒക്കെ കഥകൾ പറഞ്ഞു. ഞാൻ ഒരു കാര്യം എന്തായാലും പറയാം. നമ്മൾ 34 വർഷമാണ് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് അവിടെ ഭരിച്ചിട്ടുള്ള സഖാക്കളാണ് ഇവിടെ ഇന്ന് ജോലിക്ക് വരുന്നത്. അതായിരുന്നു അവസ്ഥ. അപ്പൊ ആ രീതിയിലുള്ള പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റണോ എന്നുള്ള ചോദ്യമാണ്. ആ രീതിയിലേക്കുള്ള അപ്പൊ ഈ PM ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടല്ല, ഒരു സ്കൂളിനെ ആ ബ്ലോക്കിൽ ആ സ്കൂളിനെ ഇംപ്രൂവ് ചെയ്യുക. അതിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, കുട്ടികളെ ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ളതുണ്ട്, ടീച്ചേഴ്സിനെ ഇംപ്രൂവ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ വൊക്കേഷണൽ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ആ PM ശ്രീ എന്ന് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് ഒരു സ്കിൽ സെറ്റ്
100% കിട്ടണം എന്നുള്ള രീതിയിൽ, അതായത് ഒരു കുട്ടി പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സ്കിൽ സെറ്റ് വേണം എന്നുള്ള രീതി. ഇതാണ് PM ശ്രീയിൽ. നമ്മളിപ്പോ ഫുട്ബോൾ കണ്ടല്ലോ ഫിഫയിൽ, എന്നിട്ട് നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് എന്തുകൊണ്ട് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നില്ലെന്ന്. നമ്മളെ സ്കൂളുകൾ നല്ല രീതിയിലുള്ള ഫുട്ബോൾ ടർഫ് വേണം, ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ട് വേണം, അതെല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും ഈ PM ശ്രീയിൽ വഴി വരും. അപ്പൊ എന്റെ ചോദ്യം ഈ നമ്മുടെ നാട്ടുകാരുടെ അടുത്താണ്, എന്തുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ, സാധാരണക്കാരായ നിങ്ങളുടെ കുട്ടികൾ, ഗവൺമെന്റ് സ്കൂളിൽ പോകുന്ന നിങ്ങളുടെ കുട്ടികൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സിലബസ് തീരുമാനിക്കുന്ന സംസ്ഥാന സർക്കാർ, സ്കൂളുകൾ തീരുമാനിക്കുന്ന സംസ്ഥാന സർക്കാർ, പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 5 വർഷമായിട്ട് ഈ കുട്ടികൾ കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ മാറ്റി നിർത്തി? അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടുള്ളത്. അത് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടുള്ളത്. യെസ്, അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ ഇടത് വലത് മുന്നണികൾ കൂടി ഇങ്ങനെ ചക്കളത്തിൽ പോര് നടത്തുമ്പോൾ ഇവിടെ അന്യമാകുന്നത് സാധാരണക്കാരായ ആളുകളുടെ മക്കൾക്കുള്ള ഇത്തരം സൗകര്യങ്ങളാണ്.